ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇങ്ങനൊരു തലതിരിവിലായാൽ പിന്നെ ബാക്കി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ തലതിരിഞ്ഞൊരു ദിവസത്തെ കേക്ക് ഓർഡറുകളും അതിൻ്റെ ഡെലിവറിയും ഡെക്കറേഷനും എല്ലാമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഹൾക്കിൻ്റെ തീമിലുള്ള കേക്കാണ്. ഇതിൻ്റെ ഫ്ലേവർ വരുന്നത് ചോക്ലേറ്റ് ട്രഫിളാണ്. വളരെ സിമ്പിളായിട്ട് മതി എന്നുള്ളതായിരുന്നു ഡിമാൻഡ്. അവരുടെ ഇഷ്ടം പോലെ തന്നെ ഒരു സിമ്പിളായിട്ടുള്ള കേക്ക് നമ്മൾ സെറ്റ് ചെയ്തു. മുകളിലായിട്ട് ഒരു കുഞ്ഞ് ഹൾക്കിനെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും വെച്ചിട്ട് നമ്മൾ ഈ ഒരു കേക്ക് ഫിനിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേക്കുകളുടെയൊക്കെ ഫൈനൽ ലുക്ക് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നത് ഒരു ബെൻഡോ കേക്കാണ്. അപ്പോൾ കേക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ക്യൂട്ടായിട്ടുള്ളൊരു കേക്കാണല്ലോ ഈ ബെൻഡോ കേക്ക്. വെരി വെരി പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും ചെറിയ ആഘോഷങ്ങൾക്കായിരിക്കും നമ്മൾ ഈ ബെൻഡോ കേക്ക് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അത് അത്രയും സ്പെഷ്യൽ ആയിരിക്കും. അങ്ങനെ തന്നെ നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 1 month എന്നാണ് റൈറ്റിംഗ് പറഞ്ഞിരുന്നത്. പിന്നെ ഒരു മോഡലും കാണിച്ചു തന്നു. അപ്പോൾ അതുപോലെ തന്നെ അത് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കൊരു ഐസ്ക്രീമിൻ്റെ കവറിങ് ചെയ്തിട്ടുള്ള ഒരു കേക്കാണ് ഉണ്ടാക്കാനുള്ളത്. ഒരു ഐസ്ക്രീം തീം കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ സാധാരണ ഐസ്ക്രീമിൻ്റെ കോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ ചുറ്റിലും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് കേക്കിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് അതിൻ്റെ ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ ഐസ്ക്രീമിൻ്റെ ആ ഒരു ഫിഗർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പൈപ്പിംഗ് നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കൊരു ഐസ്ക്രീമിൻ്റെ ലുക്കൊക്കെ തോന്നുന്നുണ്ടല്ലേ. അങ്ങനെ ആ പൈപ്പിംഗ് കഴിയുമ്പോഴത്തേക്ക് ഐസ്ക്രീമിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആവും. ഇനി നമുക്ക് ചെറിയ ചെറിയ ഡെക്കറേഷൻ പരിപാടികളാണ് ഈ ഷുഗർ ബോൾസ് ഒക്കെ വെച്ചിട്ടുള്ളത്. അത് ഇതിൻ്റെ ഭംഗി കൂട്ടാനുള്ള ചെറിയ തക്കിട പരിപാടികളാണ്. പിന്നെ അത് ഹൾക്കിന് കൊടുത്തതുപോലെ ഒരു ടോപ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നമുക്കൊരു റെഡ് വെൽവെറ്റ് കേക്ക് ആണുള്ളത്. ഇത് റൗണ്ടിലിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് മുറിച്ചും മാറ്റിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു പീസ് താഴെ പോയതിൻ്റെ വീഡിയോ ആണ് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കാണിച്ചത്. അപ്പോൾ അങ്ങനത്തെ കയ്യബദ്ധങ്ങളൊക്കെ പറ്റുമ്പോൾ നമ്മൾ ഒരിക്കലും തളരേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ വീണിരിക്കുന്നത് ടേബിളിലായതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അത് വെച്ചിട്ട് തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റി. വർക്കിൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെ പല കയ്യബദ്ധങ്ങളും പറ്റും. അപ്പം നമ്മൾ ഇതിനെല്ലാത്തിനും ഒരു ബാക്കപ്പ് പ്ലാൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. വലിയ വർക്കുകളൊന്നും ഇല്ലാത്തൊരു സിമ്പിൾ കേക്കായിരുന്നു ഇത്. റെക്റ്റാങ്കിൾ ഷേപ്പ് വേണമെന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ കണ്ടീഷൻ. ഇതൊരു ലാസ്റ്റ് മിനിറ്റ് ഓർഡർ ആയിരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ റൗണ്ട് ഷേപ്പിനെ കൺവേർട്ട് ചെയ്ത് മാറ്റേണ്ടതൊക്കെ ഒരു ഗതികേട് വന്നത്. നേരത്തെ വന്നിരുന്നൊരു ഓർഡർ ആയിരുന്നെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ തന്നെ നമുക്ക് സ്പഞ്ച് സെറ്റ് ചെയ്യുകയും സിമ്പിളായിട്ട് ആ കേക്ക് ഫിനിഷ് ചെയ്യുകയും ചെയ്യായിരുന്നു. ഈ കിട്ടിയതൊന്നും പോരാഞ്ഞിട്ട് കേക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അടുത്ത പണി വന്നത്. റൈറ്റിംഗ് ചോദിച്ചപ്പോൾ എഴുതി തന്നിരിക്കുന്നത് മലയാളത്തിൽ. അപ്പം മലയാളത്തിൽ തന്നെ വേണമെന്ന് അവർക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. കേക്കിൽ മലയാളത്തിൽ എഴുതാൻ ഇത്ര പാടുണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതൊക്കെ അങ്ങനെ ഒരുവിധം എഴുതി ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് വീണ്ടും ഒരു ചോക്ലേറ്റ് ട്രഫിൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതും 1 kg ഒരു കേക്കാണ്. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ്റെ മോഡൽ അവർ കാണിച്ചിരുന്നു. വിപ്പ് ചെയ്ത ക്രീമിൽ ചോക്ലേറ്റ് ട്രഫിളും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു കളർ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു കളർ തന്നെയാണ് അവർ കാണിച്ച മോഡലിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ടോപ്പിൽ നമ്മൾ ചെയ്തെടുക്കുന്ന ഈ ഒരു പൈപ്പിംഗ് റെഫറൻസ് പിക്കിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ പൈപ്പിംഗ് ചെയ്ത സൈഡിൽ മാത്രം നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ട്രഫിളിൻ്റെ ഡ്രോപ്സ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ചോക്ലേറ്റ് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡ്രോപ്സ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളും. ഇനി ഇതിന് വേണ്ടത് കുറച്ച് ഷുഗർ ബോൾസും ഒരു ഗോൾഡൻ ഹാപ്പി ബർത്ത്ഡേ ടോപ്പറുമാണ്. അപ്പോൾ ആ വർക്കും കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കേക്കുകളുടെ ഫൈനൽ ലുക്ക് പറയുന്നത്. ആദ്യം കാണിച്ചത് ഹൾക്കിൻ്റെ തീം കേക്കാണ്. ഇത് നമ്മുടെ ബെൻഡോ കേക്കാണ്. പിന്നെ ഉള്ളത് ഐസ്ക്രീം തീം കേക്കാണ്. ഐസ്ക്രീം കേക്ക് പോയി കഴിയുമ്പോൾ വരാൻ പോകുന്നത് നമ്മുടെ ഇന്നത്തെ സംഭവ ബഹുലമായ ആ കേക്കാണ്. പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ട്രഫിൾ. ഇതാണ് നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്ത കേക്ക്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ തലതിരിഞ്ഞ ദിവസം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്ക് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.